എല്ലാവർക്കും നമസ്കാരം. നെക്സ്റ്റ് ജെൻ വിസ്റ്റത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ രീതിയോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് വരുത്തണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ലേ, നമ്മുടെ കുട്ടികൾ ഭാവിയിൽ ആരായിത്തീരും എന്ന്? ഒരു ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു IT പ്രൊഫഷണൽ? ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം? പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്ക് വാങ്ങുന്നതാണോ ഒരു കുട്ടിയുടെ വിജയം? അതോ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ ധൈര്യത്തോടെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നതാണോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും മാർക്കിന് വേണ്ടിയുള്ള പഠനത്തെക്കുറിച്ചല്ല. കുട്ടികളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ പോന്ന ഒരു വിദ്യാഭ്യാസ ചിന്താഗതിയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്നത്തെ ലോകം വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്കൂളുകളിൽ കാണാതെ പഠിക്കുന്ന പല വിവരങ്ങളും നാളെ ഒരു വിരൽ തുമ്പിൽ ഗൂഗിളിലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലോ ലഭ്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് കുട്ടികളെ വെറുമൊരു മെമ്മറി കാർഡ് പോലെ വിവരങ്ങൾ കുത്തി നിറച്ച് വളർത്തുന്നത്? നമുക്ക് വേണ്ടത് വിവരങ്ങൾ കാണാതെ പഠിക്കുന്ന കുട്ടികളെയല്ല, പകരം എങ്ങനെ ചിന്തിക്കണം എന്ന് പഠിക്കുന്ന തലമുറയെയാണ്. സ്വന്തമായി പരിഹാരം കണ്ടെത്താനും പുതിയ കാര്യങ്ങൾ ഭയമില്ലാതെ പരീക്ഷിക്കാനുമാണ് ഇന്ന് കുട്ടികൾക്ക് പ്രാധാന്യം നൽകേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം? അതിന് 3 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്, ഹൃദയം കൊണ്ടുള്ള പഠനം. പുസ്തകത്തിലെ വരികൾ കാണാതെ പഠിക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ തൊട്ടറിഞ്ഞും അനുഭവിച്ചും പഠിക്കണം. കണക്കാണെങ്കിൽ പോലും അത് വെറും സമവാക്യങ്ങളല്ല, കളിയിലൂടെയും ഉപകരണങ്ങളിലൂടെയും അവരിലേക്ക് എത്തിക്കണം. 2. സ്വയം പര്യാപ്തത. ഒരു കുട്ടി സ്വന്തം കാര്യങ്ങൾ തനിയെ ചെയ്യാൻ പഠിക്കുമ്പോൾ അത് ചെറിയ ഒരു ടേബിൾ വൃത്തിയാക്കുന്നതോ ഒരു ബട്ടൺ ഇടുന്നതോ ആകട്ടെ, അതിലൂടെ വളരുന്നത് അവരുടെ ആത്മവിശ്വാസമാണ്. എനിക്ക് ഇത് തനിയെ ചെയ്യാൻ കഴിയും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. 3. മനക്കണക്കിന്റെയും ഏകാഗ്രതയുടെയും ശക്തി. ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾക്ക് ഏകാഗ്രതയും വേഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവും നൽകുന്ന പരിശീലനങ്ങൾ ചെറുപ്പത്തിലേ നൽകണം. അത് അവരുടെ തലച്ചോറിനെ ഒരേപോലെ ഉണർത്തും. പ്രിയപ്പെട്ട അധ്യാപകരും മാതാപിതാക്കളും ഒരു കാര്യം ഓർക്കുക: ഓരോ കുട്ടിയും ജനിക്കുന്നത് സമാനതകളില്ലാത്ത വലിയ കഴിവുകളുമായാണ്. അവരെ മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് അവരുടെ തിളക്കം നിങ്ങൾ കെടുത്തരുത്. നമ്മുടെ കടമ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല, അവർക്ക് സ്വതന്ത്രമായി പറക്കാൻ പറ്റിയ ഒരു ആകാശം ഒരുക്കി കൊടുക്കുക എന്നത് കൂടിയാണ്. തെറ്റുകൾ വരുത്താൻ അവർക്ക് അനുവാദം നൽകുക. അതിൽ നിന്നാണ് അവർ മികച്ച പാഠങ്ങൾ പഠിക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് ഒരു പരീക്ഷാ ഹാളിൽ തീരുന്നതല്ല, അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. ആ യാത്ര നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സന്തോഷമുള്ളതാക്കി മാറ്റാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.